ഇന്നൊരു പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും പഴംപൊരി ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പഴംപൊരിയാണിത്. ഇത് തണുത്ത് കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും, പിറ്റേന്ന് വരെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ വലിയ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ ഓയിൽ മതി ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പഴമൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്കുള്ള മാവൊന്ന് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അരിപ്പൊടി ഏത് ടൈപ്പും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വറുക്കാത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ഒരു 1/4 ടീസ്പൂണിനടുത്ത് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഈ പഴംപൊരിക്ക് കിട്ടുക. വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. എത്രത്തോളം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നു അത്രയും നന്നായിട്ട് വരും പഴംപൊരി. അപ്പോൾ മാക്സിമം കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറേശ്ശെ ആയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അധികം കട്ടിയും ഇല്ല, എന്നാൽ അധികം ലൂസും അല്ലാത്ത ഈ രീതിയിൽ വേണം നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓരോ സ്ലൈസ് പഴം എടുത്തിട്ട് നമുക്ക് ആദ്യം മാവിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ മാത്രമേ ഫ്രൈ ചെയ്തെടുക്കാവൂ. പിന്നെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരേ സമയം ഒരുപാട് ഇട്ട് കൊടുക്കരുത്. ഞാനിപ്പോൾ ഒരു 3 എണ്ണം വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്, എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് അതിൻ്റെ ഒരു വശം ഒന്ന് മുരിഞ്ഞ് വന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ വശം ഒന്ന് മൊരിച്ചെടുക്കാം. ഇത് അധിക സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് പഴംപൊരി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം ചെയ്യാം. പിന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്നെസ് നമുക്ക് കുറേ സമയം കിട്ടുന്നുണ്ട്. അതായത് പിറ്റേന്ന് വരെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഈ പഴംപൊരി കഴിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ളതും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് വരുന്നതാണ്. താങ്ക് യു.